ഈ വർഷം ഡിസംബറോടെ ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് മടങ്ങുമെന്ന് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രിയും അവാമി ലീഗ് നേതാവുമായ ഷെയ്ഖ് ഹസീന. ബംഗ്ലാദേശിലേക്ക് തിരിച്ചെത്തുമ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്തേക്കാമെന്നും എങ്കിലും മടങ്ങേണ്ടതുണ്ടെന്നും ഷെയ്ഖ് ഹസീന അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സിനോട് പറഞ്ഞു. ബംഗ്ലാദേശിൽ തിരിച്ചെത്തിയാലുടൻ കോടതിക്ക് മുന്നിൽ കീഴടങ്ങാനാണ് തന്റെ തീരുമാനമെന്നും അവർ വ്യക്തമാക്കി. തന്റെ പാർട്ടി പ്രവർത്തകരും നേതാക്കളും നാട്ടിൽ ക്രൂരമായ അടിച്ചമർത്തലുകൾ നേരിടുകയാണെന്നും ഈ സാഹചര്യത്തിൽ തനിക്ക് മാറി നിൽക്കാനാകില്ലെന്നും 78-കാരിയായ ഹസീന കൂട്ടിച്ചേർത്തു. തനിക്കൊപ്പം മറ്റു പ്രമുഖ അവാമി ലീഗ് നേതാക്കളും ജന്മനാട്ടിലേക്ക് മടങ്ങുമെന്നും എന്നാൽ നിലവിലെ ബംഗ്ലാദേശ് താൽക്കാലിക ഭരണകൂടമായി ഇതു സംബന്ധിച്ച് ഔദ്യോഗിക ചർച്ചകളൊന്നും നടത്തിയിട്ടില്ലെന്നും ഹസീന വ്യക്തമാക്കി. 2024 ഓഗസ്റ്റിൽ രാജ്യത്ത് പൊട്ടിപ്പുറപ്പെട്ട ശക്തമായ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്നാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് അധികാരം ഒഴിഞ്ഞ് ഇന്ത്യയിലേക്ക് ഓടിപ്പോകേണ്ടി വന്നത്. പ്രക്ഷോഭകരെ ക്രൂരമായി അടിച്ചമർത്തിയെന്ന കേസിൽ ബംഗ്ലാദേശിലെ ഇന്റർനാഷണൽ ക്രൈം ട്രൈബ്യൂണൽ ഹസീനയ്ക്കും ആഭ്യന്തരമന്ത്രിക്കും വധശിക്ഷ വിധിച്ചിരുന്നു. ഹസീനയെ വിട്ടുനൽകണമെന്ന് ബംഗ്ലാദേശ് പുതിയ ഭരണകൂടം ഇന്ത്യയോട് പലതവണ ആവശ്യപ്പെട്ടിരുന്നു. ഈ നയതന്ത്ര പ്രതിസന്ധികൾക്കിടയിലാണ് വധശിക്ഷയും ജയിൽവാസവും വകവയ്ക്കാതെ നാട്ടിലേക്ക് മടങ്ങുമെന്ന ഹസീനയുടെ പ്രഖ്യാപനം വരുന്നത്.